കേരളത്തിലെ എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന സാംസ്കാരിക നായകന്മാരെന്ന് സ്വയം പറയുന്ന കുറേ ആളുകളുണ്ട്. സുനിൽ പി ഇളയിടത്തിനെ പോലെ, ശാരദക്കുട്ടിയെ പോലെ നിരവധി ആളുകളുണ്ട്. പക്ഷെ അവരെല്ലാം പല വിഷയങ്ങളിലും അഭിപ്രായം പറയാറുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ യോഗി ആദിത്യനാഥിന്റെ, ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദി എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അഭിമാനത്തോടു കൂടി കേരളത്തിന്റെ ഒരു മന്ത്രി വായിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കാറിൽ നാഴികയ്ക്ക് 40 വട്ടം മുസ്ലിം സമുദായത്തെ തെറി പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ വരികയാണ്. ഇത്തരം ആളുകൾ, ഡി സുഗതനെ പോലുള്ള ആളുകൾ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ നേതാക്കന്മാരായിരിക്കുകയാണ്. ഇത്തരം ആളുകളെ സംസ്ഥാന സർക്കാരും CPM-ഉം താരാട്ടുപാടി ഉറക്കുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക നായകരുടെ മൗനം നവോത്ഥാന കേരളം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന് അപമാനകരമായി മാറുകയല്ലേ? നമുക്കിപ്പോൾ ഇവിടെ ഒരു നവോത്ഥാന പരിശ്രമവും ഇല്ല. ഇവിടെ ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. 2012 ഇവിടെ AP സുന്നിയുടെ നേതാവ് കാന്തപുരം AP അബൂക്കർ മുസ്ലിയാർ ഇവിടെ 1400 കൊല്ലം കഴിഞ്ഞിട്ട് മുഹമ്മദ് നബിയുടെ തിരുകേശം എന്ന് പറഞ്ഞ് ഒരു സാധനം പ്രതിഷ്ഠിച്ചൊരു പള്ളി ഉണ്ടാക്കി. 2012 എൻ്റെ ഓർമ്മ. പിണറായി വിജയൻ പറഞ്ഞു അത് ശരീര മാലിന്യമാണ്, ബോഡി വേസ്റ്റ് ആണ്. ഇപ്പൊ പറയൂ? ഇല്ല. അപ്പൊ എന്താ വെച്ചാൽ ഈ നമ്മളിപ്പോ ഈ ഒന്നാമത് സാംസ്കാരിക നായകൻ എന്നുള്ള ഒരു വാക്കിനോട് യോജിപ്പുള്ള ആളല്ല ഞാൻ. അപ്പൊ നമ്മള് സാഹിത്യകാരന്മാരോ ചിത്രകാരന്മാരോ നടന്മാരോ സംവിധായകരോ പാട്ടുകാരോ അവരൊക്കെ നമ്മൾ ആ പാട്ടുകാരനാണെന്ന് എത്താൻ മതി. സംസ്കാരത്തിന് അങ്ങനെ നായകന്മാരൊന്നുമില്ല. അപ്പോ CPM-നോടോ LDF-നോടോ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ എഴുത്തുകാർക്കോ ചിത്രകാരന്മാർക്കോ പാട്ടുകാർക്കോ ഒക്കെ, സിനിമാ താരങ്ങൾക്കോ സംവിധായകർക്കോ ഒക്കെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും. അവരിപ്പോ ഇതിനെ അനുകൂലിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ അവർ മൗനം പാലിക്കുന്നുള്ളത് തീർച്ചയായിട്ടും കഷ്ടമാണ്. അപ്പൊ നിങ്ങളുടെ ചോദ്യം പ്രസക്തമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ പൗരോഹിത്യത്തെ ശാക്തീകരിക്കുന്ന പണിയാണ്. അത് വളരെ, അതായത് ജനാധിപത്യത്തിന് ഏറ്റവും അപകടമുള്ള ഒരു സാധനം മതപൗരോഹിത്യ. ആ ഒരു മതപുരോഹിതനാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിന്റെ വേഷം കണ്ടില്ലേ? അദ്ദേഹം രാഷ്ട്രീയക്കാരന്റെ വേഷത്തിലല്ല, അദ്ദേഹം ഒരു സന്യാസിയുടെ വേഷത്തിലാണ്. അദ്ദേഹത്തിന് വോട്ട് കിട്ടുന്നതിലും അദ്ദേഹത്തിന്റെ ഭരണം നിലനിർത്തുന്നതിലും ഒക്കെ ആ വേഷത്തിന്, അദ്ദേഹത്തിന്റെ ആ തലമുണ്ഡനം നടത്തിയ ഒരാളാണ് അദ്ദേഹം. ആ മുണ്ഡനം ചെയ്ത ശിരസിനും അദ്ദേഹത്തിന്റെ കാവി വസ്ത്രത്തിനൊക്കെ വലിയ പങ്കുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാളുടെ ആശംസ വാങ്ങി എന്നുള്ളതും അത് വായിച്ചെന്നുള്ളതൊക്കെ ശരിക്കും കേരളത്തിന് അവമാനകരമാണ്, ഒരു സംശയവും വേണ്ട. ഇപ്പം മന്ത്രി വാസവൻ ഒരിക്കൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ദൈവത്തിന്റെ വരദാനമാണെന്നാണ്. ഇതൊക്കെ മതക്കാരുടെ ഭാഷയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരൻ്റെയോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയോ ഭാഷയല്ലത്. ആണോ? കമ്മ്യൂണിസ്റ്റുകാരൻ ഉപയോഗിക്കുന്ന വാക്കാണത് ദൈവത്തിന്റെ വരദാനം എന്ന് പറയുന്നത്. അല്ലല്ലോ. അവര് കൈകൊട്ടിക്കളിയിൽ എന്താ കേട്ടത്? കാരണഭൂതൻ. അതൊക്കെ ഭക്തന്മാരുടെ വാക്കുകളാണ്, രാഷ്ട്രീയക്കാരുടെ വാക്കുകളല്ല. അപ്പോ ആരും ഒന്നും വിമർശിക്കുന്നില്ലല്ലോ. പിണറായി വിജയന്റെ മന്ത്രിസഭയിലുള്ള ഒരാളും, അല്ലെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളും, അല്ലെ അദ്ദേഹത്തിന്റെ മുന്നണിയിൽപ്പെട്ട ഒരാളും കാര്യമായൊരു വിമർശനം ഉന്നയിക്കുന്നില്ല. അപ്പൊ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് സംഘപരിവാറാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പറഞ്ഞത് ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവായ CPI-യുടെ നേതാവായ ആനിരാജയാണ്. മനസ്സിലാവുണ്ടോ? ഇതേ വാക്യം പറഞ്ഞു ആര്? BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ രണ്ടും കൂടി കൂട്ടിവെച്ചാൽ നമുക്ക് കാര്യം മനസ്സിലുണ്ട്. പിന്നെ നമ്മുടെ അനുഭവം അതാണല്ലോ. അതായത് ഇപ്പോ പോലീസിന്റെ പ്രധാന സ്ഥാനത്ത് നിന്ന് പോകുന്ന ആളുകൾ മുഴുവൻ പോകുന്നത് BJP-യിലേക്കാണ്. ഇപ്പൊ TP സെൻകുമാർ, ജേക്കബ് തോമസ്, ശ്രീലേഖ ഇപ്പോ പവറിലുള്ള സ്ഥാനത്തുള്ള ഒരാളാണ് MR അജിത് കുമാർ. അദ്ദേഹം RSSന്റെ ആളാന്ന് എല്ലാവരും പറയും. അദ്ദേഹം വേണ്ടിയിട്ടില്ലെന്ന് വരെ. അദ്ദേഹത്തിന് മറുപടി പറയാം, അദ്ദേഹത്തിന് കേസെടുക്കാം. ഇപ്പൊ PV അൻവറിനെ പോലെ പലരും അത് പറഞ്ഞു, കേസെടുത്തിട്ടില്ലല്ലോ. അദ്ദേഹം അംഗീകരിക്കുന്നില്ല മൗനം കൊണ്ട്. പിന്നെ അദ്ദേഹം എന്താണ് RSS ചർച്ച നടത്തിയത് എന്നതുവരെ ആർക്കും അറിയില്ല. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ലോക്നാഥ് ബെഹ്റ, അതിനു മുമ്പുണ്ടായിരുന്ന ശ്രീവാസ്തവ, ഇവരൊക്കെ BJP ആയിട്ടും RSS ആയിട്ടും വളരെയധികം ഗാഠബന്ധമുള്ള ആളുകളാണ്. അവരാണ് ഇവിടുത്തെ പോലീസിനെ ഭരിക്കുന്നത്. BJP-ക്ക് ഒരു MLA പോലും കേരളത്തിലില്ല. പക്ഷെ അവർക്ക് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ തല്ലുകൊള്ളുന്നത്, പോലീസ് സ്റ്റേഷനിൽ തല്ലുകൊള്ളുന്നത് CPM-കാരുണ്ട്.
നമ്മൾ വാർത്തയെ കാണുന്നില്ലേ? ജില്ലാ സെക്രട്ടറി അല്ലെ ഏരിയ സെക്രട്ടറി അവർക്കൊക്കെ തല്ലുകൊള്ളുന്നുണ്ട്. പരിഗണന കിട്ടുന്ന ആർക്കാണ്? BJPക്കാണ്. അപ്പൊ ഇത് വളരെ വ്യക്തമാണ്. ഇപ്പോ പിണറായി ഗവൺമെന്റ്, ഇപ്പൊ രണ്ട് പിണറായി ഗവൺമെന്റ്, പ്രത്യേകിച്ച് രണ്ടാം പിണറായി ഗവൺമെന്റിൽ RSSുമായിട്ട് പണ്ട് സന്ദേശം സിനിമയിലെ വാക്കുപയോഗിച്ച് പറഞ്ഞാൽ ഒരു അന്തർധാരയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പൊ അത് പുറമെ തന്നെ കാണുന്ന അന്തർധാര പറയേണ്ട ആവശ്യമില്ല, അത് വളരെ വ്യക്തമാണ്. അതിന്റെ ഒരു സൂചനയാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം മേടിച്ചതും അത് വലിയ അഭിമാനത്തോടെ സഭയിൽ വായിച്ചതും.